70,000 കടന്നു സ്വർണ്ണവില. ഗ്രാമിന് 25 രൂപ കൂടി 8,770 രൂപയായി. പവന് 70,160 രൂപ. 4 ദിവസത്തിനിടെ കൂടിയത് 4,360 രൂപ. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്. സ്വർണ്ണവില കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ തന്നെയാണോ കാരണം? ട്രംപിന്റെ നിലപാടൊക്കെ ഒരു വലിയ കാരണമായിരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് മോത്തി. സ്വർണ്ണവില അങ്ങനെ പൊള്ളി പോവുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് സ്വർണത്തിന്റെ വില പോകുമെന്ന കാര്യം തീർച്ചയാണ്. ഇനി എന്ന് 1 ലക്ഷത്തിലേക്ക് എത്തുമെന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന. ആ രീതിയിലാണ് പലരും സംശയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വ്യാപാരികളൊക്കെ പറയുന്നത് മോത്തി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സമീപ ഭാവിയിൽ തന്നെ 80,000-ലേക്ക് സ്വർണ്ണവില എത്തുമെന്നതാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കപ്പെടുന്ന മാസമാണ് ഏപ്രിൽ മെയ് മാസം എന്നത്. അതായത് മൊത്തം നമ്മുടെ വിൽപ്പനയുടെ ഒരു 60-70% നടക്കുന്നത് ഈ 2 മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ആവശ്യക്കാർ കൂടുന്നു. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ സ്വർണ്ണവില ഇത്രയധികം കുതിച്ചു പോകുന്നത്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങുന്ന ഒരു സമയത്താണ് ഇതിന് തീപിടിച്ച വിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം അത്ര ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഇപ്പോൾ 70,000 രൂപ എന്ന് പറയുമ്പോൾ 70,000 രൂപയ്ക്ക് ഒരു പവൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടില്ല എന്നതാണ്. അതിൻ്റെ പണിക്കൂലി, പണിക്കുറവ് ഒക്കെ കൂടി ചേർത്ത് നോക്കുമ്പോൾ ഒരു 75,000-ന് മുകളിലേക്ക് ഒരു പവൻ സ്വർണം വാങ്ങാൻ ഇപ്പോൾ തന്നെ മുടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു തീപിടിച്ച രീതിയിലേക്ക് സ്വർണത്തിന്റെ വില പോവുകയാണ് എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് വിവാഹ സീസണൊക്കെയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങാൻ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ് സ്വർണ്ണവില കുതിച്ചു പായുന്നത്. തീർച്ചയായും ബിനിൽ.